Hello friends, Python series അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഇന്റർപ്രറ്ററും സ്ക്രിപ്റ്റ് മോഡലും തമ്മിലുള്ള വ്യത്യാസവും വേരിയബിൾ അസൈൻമെന്റ് എന്ന രണ്ട് ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും പഠിച്ചത്. ഇത് നമ്മൾ ഈ അഞ്ചാമത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഡേറ്റ ടൈപ്സിനെ പറ്റിയായിരിക്കും. പൈത്തണിലുള്ള 4 ബേസിക് ഡേറ്റ ടൈപ്പുകളായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയുടെ അവസാനം ഞങ്ങൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക. ഈ പൈത്തൺ സീരീസിലെ കഴിഞ്ഞ 4 വീഡിയോസും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. മേലൊരു ഐക്കാർഡും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സോ തീർച്ചയായും അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ മറ്റൊരു ടോപ്പിക്കിലേക്ക് വരാം. അടുത്ത ടോപ്പിക്കാണ് ഡേറ്റ ടൈപ്സ് എന്നത്. സോ പൈത്തണിൽ നമുക്ക് കുറച്ച് ഡേറ്റ ടൈപ്സ് ഉണ്ട്. പ്രധാനമായിട്ടും 4 ഡേറ്റ ടൈപ്സ് ആയിരിക്കും നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രിംഗ്, ഫ്ലോട്ട്, ഇൻറ്റിജർ ആൻഡ് ബൂളിയൻ. ഈ 4 ഡേറ്റ ടൈപ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു ബിഗിനർ ലെവലിൽ പഠിക്കാൻ പോകുന്നത്. ഇതല്ല, ഇതുപോലെ കുറേ ഡേറ്റ ടൈപ്സ് പൈത്തണിലുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും പഠിക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 ഡേറ്റ ടൈപ്പുകളാണ് സ്ട്രിംഗ്, ഫ്ലോട്ട്, ഇൻറ്റിജർ, ബൂളിയൻ എന്നത്. സോ ഇത് എന്താണെന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് സ്ട്രിംഗ് എന്നത്. നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇപ്പോൾ ഒരു പേര് അല്ലെങ്കിൽ അരുൺ എന്ന പേര് ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കോഡ്സിലിട്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. അതായത് ഏതൊരു വേർഡ് ഞാൻ എഴുതിയപ്പോഴും ഒരു ചെറിയ ക്വാഡ്സിനകത്താണ് ഇട്ടത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇടുന്നത് ഡബിൾ ക്വാഡ്സ് ആണ്. അത് നിങ്ങൾക്ക് സിംഗിൾ ക്വാഡ്സ് ആണെങ്കിലും ഇടാം, ഡബിൾ ക്വാഡ്സ് ആണെങ്കിലും ഇടാം, രണ്ടും ശരിയാകും. ഇവിടെ ഞാൻ മാറ്റി കാണിച്ചു തരാം. പക്ഷേ 2 സ്ഥലത്തും ഒരേ ഇടാൻ നോക്കുക. അതായത് ഒരു സ്ഥലത്ത് ഡബിൾ കോട്ട്, ഒരു സ്ഥലത്ത് സിംഗിൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് പ്രോഗ്രാമിൽ പ്രശ്നം വരുന്നതാണ്. സോ 2 സ്ഥലത്തും ഒരേ ടൈപ്പ് ഓഫ് കോഡ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പിനെ കുറിച്ചാണ്. അതായത് കോഡ്സിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എന്തിനെയും നമ്മൾ സ്ട്രിംഗ് എന്ന് വിളിക്കും. അതായത് ഈ ഇപ്പോൾ അരുൺ എന്ന് പറഞ്ഞ വേർഡ് 2 കോഡ്സിന്റെ മിഡിലാണല്ലോ നിൽക്കുന്നത്. സോ അരുൺ എന്നത് സ്ട്രിംഗ് ആണ്. ഇപ്പോൾ ഞാൻ അരുൺ എന്നതിനെ ഒരു നെയിം എന്ന വേരിയബിളിലേക്ക് ഞാൻ അസൈൻ ചെയ്യുകയാണെന്ന് നമ്മൾ നോക്കാം. സോ അപ്പോൾ ഇങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു സ്ട്രിംഗ് ഡേറ്റ ടൈപ്പിലുള്ളതാണെന്ന് പറയും. ഇതുപോലെ ഞാനിപ്പോൾ പ്ലേസ് ഈക്വൽ ടു കേരള എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ സിംഗിൾ കോഡ്സ് ആണ്, ഇവിടെ ഡബിൾ കോഡ്സ് ആണ്. അത് കുഴപ്പമില്ല. സിംഗിൾ ആൻഡ് ഡബിൾ കോഡ്സിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന എന്തൊന്നിനെയും നമ്മൾ സ്ട്രിംഗ് എന്ന് വിളിക്കും. സോ ഇവിടെ നമുക്ക് പറയാം പ്ലേസ് എന്ന് പറഞ്ഞ വേരിയബിളും ഒരു സ്ട്രിംഗ് ഡേറ്റ ടൈപ്പാണ്. സോ അതാണ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്സുകളെ കുറിച്ച് ഉള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ. ഇനി നമുക്ക് ഫ്ലോട്ടിലേക്ക് വരാം. ഫ്ലോട്ടിലേക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ പ്രോഗ്രാമിനിടയ്ക്ക് ഒരു 10.5 അല്ലെങ്കിൽ 10.6 ആൻഡ് 10.5 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കണം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 10.5 ആൻഡ് ബ്രെഡ്ത്ത് 2 മീറ്റർ വെച്ചാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ 10.5 എന്ന് പറഞ്ഞ വാല്യൂസ് എനിക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വരുന്ന ഒരു ചെറിയൊരു നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്, നമ്പേഴ്സ് എഴുതുമ്പോൾ നമുക്കിവിടെ കോഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കുറച്ച് മുണ്ടല്ലോ ഒരു 2+3 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഞാനിപ്പോൾ 2+3 എന്നുള്ളത് ഒരു സ്ട്രിങ്ങിനകത്തിട്ടിട്ട് കോഡ്സിനകത്തിട്ടിട്ട് ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. 2+3. അപ്പോൾ ഇത് 5 എന്നായിരുന്നു ആദ്യം വന്നത്. ഇപ്പോൾ എന്താണ് വരുന്നത് നോക്കാം. കണ്ടോ, 23 എന്നാണ് വന്നത്. 5ന് പകരം 23 ആണ് വന്നത്. അതെന്താണ് ഇപ്പോൾ പറ്റിയത് നമ്മൾ കുറച്ച് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നതായിരിക്കും. സോ ഇവിടെ ഞാൻ 2+3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 കിട്ടും. സോ കോഡ്സിനകത്ത് കൊടുത്തിരിക്കുന്നതും കോഡ്സിനകത്ത് കൊടുക്കാതെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലോട്ടിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് 10.5 ഈ ഒരു നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തു. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഉള്ള ഏതൊരു നമ്പറിനെയും നമ്മൾ ഫ്ലോട്ട് എന്ന് വിളിക്കും. FLOAT. ഡെസിമൽ പോയിന്റ് ഉള്ള ഏതൊരു വേരിയബിളിനെയും നമ്മൾ ഫ്ലോട്ട് എന്നായിരിക്കും വിളിക്കുക. അപ്പോൾ ഇവിടെ 10.5 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഒരു ഡെസിമൽ നമ്പറാണ്. സോ നമ്മൾ പറയും നമ്പർ എന്ന വേരിയബിൾ ഒരു ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിലുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മൾ നമ്പർ 2 ഈക്വൽ ടു 20.0. 20.0 എന്നത് 20 ആണെങ്കിലും അവിടെയും ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്പർ 2വിനെയും നമ്മളൊരു ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ അപ്പോൾ സ്ട്രിങ് കഴിഞ്ഞു, ഫ്ലോട്ട് കഴിഞ്ഞു. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഓർ ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏതൊരു സാധനത്തിനെയും നമ്മൾ സ്ട്രിങ് എന്ന് വിളിക്കും. ഡെസിമൽ പോയിന്റുള്ള ഏതൊരു നമ്പറിനെയും നമ്മൾ ഫ്ലോട്ട് എന്ന് വിളിക്കും. ഇനി വരുന്നതാണ് ഇൻറ്റിജർ എന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പേഴ്സിനെയാണ്. സോ ഇൻറ്റിജർ എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ഏതൊരു നമ്പറിനെയും നമ്മൾ ഇൻറ്റിജർ എന്ന് വിളിക്കും. ഇപ്പോൾ ഞാനിവിടെ NUM എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഞാൻ 1 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. സോ ഇവിടെ ഞാൻ പറയും നം എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിലുള്ളതാണ്. ഇതുപോലെ ഞാൻ num2 എന്ന് കൊടുത്തിട്ട് 10 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. ഇവിടെ ഞാൻ പറയും num2 എന്ന വേരിയബിൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിലുള്ളതാണ്. കാരണം ഇതിനകത്ത് ഒരു ഡെസിമൽ പോയിന്റ് ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ 1.0 എന്നോ 10.1 എന്നോ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലോട്ട് ഡേറ്റ ടൈപ്പായി മാറുന്നതായിരിക്കും. സോ ഡെസിമൽ ഉണ്ടാകാൻ പാടുകയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻറ്റിജർ എന്ന് വിളിക്കുന്നതായിരിക്കും. സോ ഇതുവരെ നമ്മൾ 3 പഠിച്ചു: സ്ട്രിങ്, ഫ്ലോട്ട്, ഇൻറ്റിജർ. ഇനി ബേസിക് ഡേറ്റ ടൈപ്സിലെ 4ാമത്തതും അവസാനത്തതുമായ ഡേറ്റ ടൈപ്പാണ് ബൂളിയൻ ഡേറ്റ ടൈപ്പ്. സോ ഇത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുമ്പോട്ട് പോകുന്നവരും ഇതിൻ്റെ ഒട്ടനവധി ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാനുണ്ട്. സോ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ബൂളിയൻ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 വാല്യൂസിനെയാണ് കാണിക്കുന്നത്. അതായത് ട്രൂ, ഫോൾസ്. ഈ 2 വാല്യൂസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്ന് വിളിക്കും. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ കുറച്ചുകൂടി വരുമ്പോൾ ട്രൂ ഓർ ഫോൾസിനെ കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ അതിൽ നമ്മൾ കുറച്ചുകൂടി നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ലൂപ്പുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾക്ക് അറിഞ്ഞിരുന്നില്ലെങ്കിൽ ലൂപ്സ് ഇത്തിരി നമുക്ക് പാടായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബൂളിയൻ ഡേറ്റ ടൈപ്പിനെ കുറിച്ചാണ്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഈ ഏതെങ്കിലും ഒരു വാല്യൂ ഒരു വേരിയബിളിനകത്തുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. അപ്പോൾ ഇതൊരു ട്രൂ, അതായത് ട്രൂ ഫോൾസ് ഏതെങ്കിലും ഒരെണ്ണമുണ്ടെങ്കിൽ അതിനെ ബൂളിയൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ട്രൂ എന്ന വാല്യൂ ആണ് എടുക്കുന്നത്. സോ നമ്മൾ സ്റ്റേറ്റിനെ ഒരു ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്ന് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നിരിക്കാം, ഇത് ഞാൻ എങ്ങനെ അറിയാം എൻ്റെ വേരിയബിൾ സ്ട്രിങ് ആണോ, ഫ്ലോട്ട് ആണോ, ഇൻറ്റിജർ ആണോ, ബൂളിയൻ ആണോ എന്ന്. സോ അതിന് പൈത്തൺ ഒരു ഫംഗ്ഷൻ തരുന്നുണ്ട്, അതായത് ടൈപ്പ് എന്ന ഫംഗ്ഷൻ. അതായത് ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് നമുക്ക് തരുന്നത്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. type എന്ന് കൊടുത്ത ശേഷം നമുക്ക് ഏത് വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ആണോ ഡേറ്റ ടൈപ്പ് കണ്ടുപിടിക്കേണ്ടത് അത് അതിൻ്റെ അകത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഇത് കൊടുത്തു. അപ്പോൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ കോഡ്സിനകത്തായതുകൊണ്ട് സ്ട്രിങ് ആയിരിക്കണം തരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് നെയിം എന്ന് കൊടുത്തു. അപ്പോൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പിലുള്ളതാണെന്ന് ഇവർ നമുക്ക് കാണിച്ചു തരും. സോ സിമ്പിൾ ഇംഗ്ലീഷ് ആണത്. നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പിലുള്ളതാണെന്ന് പൈത്തൺ നമുക്ക് കാണിച്ചു തരും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ സ്ക്രിപ്റ്റ് മോഡാണ് ഉപയോഗിക്കുന്നത്. സോ എപ്പോഴും നമ്മൾ പ്രിന്റ് ഉപയോഗിക്കുക, പ്രിന്റ് മറന്നു പോകരുത്. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രിന്റ് ടൈപ്പ് ഓഫ് നെയിം എന്ന് കൊടുത്തു. ഇത് ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം റൺ ചെയ്യുമ്പോൾ ഓക്കെ, നമ്മളിവിടെ ആദ്യം ചെറിയൊരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു വെച്ചതാണ്. ഇനി കുഴപ്പമില്ലാവെന്ന് വിചാരിക്കുന്നു. ഒന്നോടെ നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താണ് അവിടെ പ്രശ്നം പറ്റിയത്? ഓക്കെ, നമ്മളിവിടെ ആദ്യം കൊടുത്ത് ഇതുപോലെ ചുമ്മാ വാല്യൂസ് കൊടുക്കാൻ പാടുകയില്ല. ഒന്നെങ്കിൽ അതൊരു വേരിയബിൾ ആയിരിക്കണം, ഇതുപോലെ നെയിം ഈക്വൽ ടു ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. അതായത് ചുമ്മാ എനിക്കിവിടെ പൈത്തൺ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നെയിം പൈത്തൺ ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു വരും. സോ അത് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ലൈക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ സ്വയം റൺ ചെയ്യിക്കുമ്പോൾ പെർഫെക്റ്റ് കോഡായിരിക്കണം. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്നുകൂടെ റൺ ചെയ്യാം. സോ പ്രിന്റ് ടൈപ്പ് ഓഫ് നെയിം എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം ക്ലാസ് str എന്ന് തന്നിരിക്കുന്നു. str എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്. str എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്,
ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സ്ട്രിങ്ങിന് നമ്മൾ str എന്ന് കൊടുക്കുന്നു, ഇൻറ്റിജറിനെ നമ്മൾ int എന്ന് കൊടുക്കുന്നു, ഇൻറ്റിജറിന് int, ഫ്ലോട്ടിനെ നമ്മൾ ഫ്ലോട്ട് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്, ഫുള്ളായിട്ട് എഴുതണം, FLOAT ഫ്ലോട്ട് എന്ന് തന്നെ കൊടുക്കണം. ബൂളിയനെ നമ്മൾ ബൂൾ എന്നായിരിക്കും കൊടുക്കുക. സോ ഇത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. str, int, ഫ്ലോട്ട്, ബൂള്, ഈ പറയുന്ന നമ്മുടെ ഡേറ്റ ടൈപ്സിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു പ്രിന്റ് ടൈപ്പ് ഓഫ് നെയിം എന്നത് ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സിംഗിളോ ഡബിൾ കോട്ട്സിനോ എൻക്ലോസ് ചെയ്തൊരു സാധനത്തിന് നമ്മൾ സ്ട്രിംഗ് എന്ന് വിളിക്കുന്നതായിരിക്കും. സോ നെയിം ഒരു സ്ട്രിംഗ് ഡേറ്റ ടൈപ്പിലുള്ളതാണെന്ന് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നു. ഇനി നമുക്ക് വേറെ എണ്ണത്തിൻ്റെ ടൈപ്പ് നോക്കാം. ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത ഒരു റോ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു. പ്രിന്റ് ടൈപ്പ് ഓഫ് നമ്പർ കൊടുക്കാം. സോ നമ്പർ ഏത് ഡേറ്റ ടൈപ്പാണ്? 10.5, ഒരു ഡെസിമൽ പോയിന്റ് കൂടെ വരുന്നുണ്ട്. സോ അതൊരു ഫ്ലോട്ട് ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ എനിക്ക് വരേണ്ടത് FLOAT എന്ന് തന്നെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. കണ്ടോ, ക്ലാസ് ഫ്ലോട്ട് എന്ന് വന്നിരിക്കുന്നു. സോ നമ്പറിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്, നമ്മൾ നേരത്തെ കണ്ടു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമ്മൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞ നം, ഇതൊരു ഇൻറ്റിജർ തന്നെയാണോ? യെസ്, INT, നമ്മൾ ആദ്യം പറഞ്ഞ ഇൻറ്റിജർ INT. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് എന്ന വേരിയബിൾ നോക്കാം. സ്റ്റേറ്റിൽ നമ്മൾ ട്രൂ എന്ന് പറഞ്ഞ കാര്യമാണ് എടുത്തേക്കുന്നത്. സോ അത് ഏതൊരു ഡേറ്റ ടൈപ്പിലേക്കാണ് വരുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ബൂളിയൻ എന്ന് പറഞ്ഞു വരുന്ന ബൂൾ എന്ന ഡേറ്റ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. സോ ഡേറ്റ ടൈപ്പുകൾ 4 എണ്ണമാണുള്ളത്. ഒന്ന് സ്ട്രിങ്, ഒന്ന് ഇൻറ്റിജർ, ഒന്ന് ബൂളിയൻ, ഒന്ന് ഫ്ലോട്ട്. സോ 4 ഡേറ്റ ടൈപ്പുകൾ എന്താണെന്നും ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ, ടൈപ്പിനെ നമ്മൾ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. പൈത്തൺ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പൈത്തൺ നമുക്ക് കുറച്ച് ഒരു ഈസി വേസ് അല്ലെങ്കിൽ ഒരു ട്രിക്സ് തരുന്നു, ഒരു ടിപ്സ് തരുന്നു. അതിനെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ടൈപ്പ് എന്ന് പറഞ്ഞത് ഒരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. സോ ഇതിപ്പോൾ നമ്മൾ ടൈപ്പ് പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു സീരീസിൽ ഒട്ടനവധി ഇതുപോലത്തെ ഷോർട്ട് കട്ട്സ് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ആലോചിച്ച് ഓർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ളത് ഞങ്ങൾ പറയാം, അതെന്തായാലും പഠിച്ചു വയ്ക്കണം. പക്ഷേ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി പഠിക്കണമെന്നാണ്. സോ ഡേറ്റ ടൈപ്പുകളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒന്നോടെ നോക്കാം. ഇന്ന് പഠിച്ച 4 ഡേറ്റ ടൈപ്പുകളാണ് ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ. അപ്പോൾ വീഡിയോ ഒന്നോടെ കാണേണ്ടവരെ ഒന്നോടെ ചെന്ന് കാണുക, ഒന്നോടെ തറവാക്കിയിരിക്കുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മളിനി മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ സാധനങ്ങൾ നമുക്ക് പറയാം. സോ അതൊക്കെ പക്കയായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്നാലാണ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് എളുപ്പമുള്ളൂ. ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴേ കറക്റ്റായിട്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാൻ യാതൊരു തരത്തിലുള്ള ഒരു ഡിഫിക്കൽറ്റി നമുക്ക് ഉണ്ടാകുന്നതല്ല. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.